ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ വീഡിയോ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വണ്ടിയുടെ ബോഡി സർവീസ് മൊത്തം ചെയ്യുന്നതാണ്. നമ്മളിവിടെ തന്നെയാണ് ഇസഡ് വരെയുള്ള പണികളും നമ്മളിവിടെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം വാഷ് ചെയ്യുന്നത്. അതുപോലെ തുരുമ്പ് പിടിച്ച് അതുപോലെ അഴുക്കായിട്ട് കിടന്ന പൊറ്റ പിടിച്ച് ഇതുവരെ ബോഡി അഴിച്ചിട്ട് പോലും ഇല്ലാത്തൊരു വണ്ടിയുടെ ബോഡി അടിയെല്ലാം സർവീസ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മൊത്തം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമേ നമ്മൾ കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ വാഷ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇഞ്ചിനൊക്കെ കണ്ടോ, നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്ത് എങ്ങനെ അത് ചെയ്തെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടി. നമ്മളിതിന് മുന്നേ ഈ വണ്ടി പൊടിഞ്ഞ് കിടക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ അകത്തെ അഴുക്ക്, ഇഞ്ചിനയിലേക്ക് ഇരിക്കുന്ന അഴുക്ക് മൊത്തം അഴുക്കായിട്ടിരിക്കുന്നത്. ഇതൊന്നും അല്ലായിരുന്നു അഴുക്ക്. മഴയത്തൊക്കെ കിടന്നുകൊണ്ട് കുറച്ചൊക്കെ പോയി അഴുക്കും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത് നമ്മളെങ്ങനെ വാഷ് ചെയ്തെടുക്കുന്ന വൃത്തിയാക്കി നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ വാഷ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലാണ് നമ്മളിവിടെ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത്. എന്ന് വെച്ചാൽ പെയിൻറ്റ് നമുക്കിത് പിടിക്കണം, അല്ലെങ്കിൽ പെയിൻറ്റ് പുള്ളി ഇളകത്തതേ ഉള്ളൂ. പുള്ളി ഇളകുമെന്ന് പറഞ്ഞാൽ പിടിക്കത്തില്ല. ഓയിൽമയോ അതുപോലെ തന്നെ ഈ അഴുക്കും ഇതും എല്ലാം കൂടെ, ഓയിൽമയം കുറവാണ്, അഴുക്ക് അതുപോലെ അഴുക്കെല്ലാം കൂടെ ഇരിക്കുന്നത് പോയാൽ കട്ടി പിടിച്ചായിരിക്കും അഴുക്കൊക്കെ ഇരിക്കുന്നത്. ആ അഴുക്കിൻ്റെ അകത്ത് പെയിൻ്റ് ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മളിതിൻ്റെ അടി പെയിൻ്റൊക്കെ ഇതുപോലെ തന്നെ അടിച്ചിട്ടെല്ലാം അടി പെയിൻ്റെല്ലാം അടിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ അടിച്ചാണ് പെയിൻറ്റ് ചെയ്ത് കയറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിരിക്കണം ഇത് നമ്മളെങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കംപ്രസറിൻ്റെ അകത്ത് എടുത്ത് അതിൻ്റെ അകത്ത് മൊത്തം ഇത് അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് ഇതെന്തോ അടിക്കുന്നതെന്നുള്ളൊരു കമൻറ്റ് പരമായിട്ട് നിങ്ങൾ പറയാം, ഞാനിതെന്തോ ചെയ്യുന്നതെന്നുള്ളത്. ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ ഗണ്ണിൻ്റെ അകത്തൂടെ നമ്മൾ കംപ്രസറിൻ്റെ ഗണ്ണിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കുക. അതെന്തോ സാധനമെന്ന് നിങ്ങളൊന്ന് പറയുക, കമൻറ്റ് പരമായിട്ട് പറയുക. അതായത് തുരുമ്പെടുക്കാത്ത സാധനമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആണെങ്കിൽ അത് വൃത്തിയാകുകയും ചെയ്യും. ഇപ്പം നമ്മൾ കാരമൊക്കെയാണ് മറ്റുള്ള സർവീസ് സ്റ്റേഷനിലൊക്കെ അടിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തുരുമ്പും പിടിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ഇത്രയൊന്നും പോത്തുമില്ല. അതുപോലെ തന്നെ ചെയ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് അടിക്കുന്നതുകൊണ്ട് നല്ല തുരുമ്പെടുക്കാതെ എടുക്കാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെന്തോ ആണെന്ന് നിങ്ങൾ പറയുക, ഇതെന്തോ ഞാനിപ്പോൾ അടിക്കുന്നതെന്ന്. നമ്മൾ വേറുള്ള കെമിക്കലോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല. അതുപോലെ തന്നെ സർവീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബിമ്മിൻ്റെ ലിക്വിഡ് മേടിച്ച് നമ്മൾ ഈ വണ്ടി കഴുകിയെടുക്കുന്നത്. ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂറോളം ഇതെല്ലാം അടിച്ചിടും. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഇതെന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോകാമെങ്കിലും അറിയാം ഇതെന്തോ നമ്മൾ അടിക്കുന്നതെന്നുള്ളത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ തുരുമ്പെടുക്കത്തില്ല, നല്ലതായിട്ട് സർവീസ് ചെയ്ത് എടുക്കാനും പറ്റും, നല്ല വൃത്തിയാവുകയും ചെയ്യും വണ്ടി. എത്ര അഴുക്കുള്ളതാണേലും പോവുകയും ചെയ്യും. അതൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. എല്ലായിടും അഴുക്ക് കണ്ടില്ലേ, അഴുക്ക് കിടക്കുന്ന കണ്ടില്ലേ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് വൃത്തിയായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് പെയിൻറ്റ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കഷ്ടപ്പാടാണ് നമ്മൾ സർവീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പാടില്ല. ഉമ്മ അവർ കാരം അടിച്ച് കയറ്റി സർവീസ് ചെയ്ത് പെട്ടെന്ന് ഇനി എടുക്കത്തേ ഉള്ളൂ. അതൊക്കെ നമ്മൾ വൃത്തിയാക്കി ചെയ്യുന്നൊരു ആൽഫയുടെ വണ്ടി എങ്ങനെ നമ്മൾ സർവീസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. മൊത്തം നമ്മളിതെല്ലാം മൊത്തം ചെയ്സേ മൊത്തം അടിക്കും. അടിച്ചിട്ട് വേണം ഇത് മൊത്തം നമ്മൾ സർവീസ് ചെയ്യാൻ. അപ്പോൾ ഇത് പിടിച്ചൊരു 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് അഴുക്ക് കുതിർന്നിളകും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്. അത് മൊത്തം ഏരിയയിലും അടിക്കുക. നമ്മൾ ഇഞ്ചിനയിലൊക്കെ നല്ലതായിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് വൃത്തിയാകും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. അടിക്കേണ്ടതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. എല്ലാം അടിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടിച്ചിട്ട് അപ്പോൾ അടിച്ച ഭാഗങ്ങളെല്ലാം നമ്മളൊന്നുകൂടെ ഒന്ന് എടുത്ത് കാണിക്കാണ്ടല്ലേ. ഇപ്പോൾ നല്ലതായിട്ട് അഴുക്ക് ഇളകിയിട്ട് കൊണ്ട് നല്ലതായിട്ടത് ചെയ്സെ പിടിച്ചതിൻ്റെ ഒരു കളറും കാണിക്കുന്നുണ്ട് കണ്ടല്ലേ. നല്ലതായിട്ട് വൃത്തിയാകുകയും ചെയ്യും. ഈ ടാങ്കിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ പൊറ്റ പിടിച്ച് അതുപോലെ ഇരിക്കുകയായിരുന്നു. എല്ലാം കുത്തി നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് നമ്മളതിൻ്റെ അടിയെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ അടിച്ച് അതുപോലെ തന്നെ അടി പെയിൻ്റ് അടിച്ച് നമ്മൾ ഇത് കയറ്റുന്നതാണ്. ബോഡി എടുത്ത് വെച്ച് മുറുക്കുന്നതാണ്. ഒരു ശകലം പോലും അലമ്പില്ലാത്ത രീതിയിലെല്ലാം എവിടെയെല്ലാം വിട്ട് കിടക്കുന്നുണ്ടോയെന്നെല്ലാം നോക്കി അതെല്ലാം വെൽഡ് ചെയ്ത് ഇവിടെ വെൽഡിങ്ങും ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത് ഇസഡ് വരെയുള്ള പണി കൊണ്ടുകൊണ്ട് നമ്മളിതെല്ലാം എവിടെയെങ്കിലും വിട്ട് കിടക്കുവാണെങ്കിൽ അതെല്ലാം വെൽഡ് ചെയ്ത് മൾക്കാണ്ട് എല്ലാം വിട്ടിട്ടുണ്ടെങ്കിൽ അതുമെല്ലാം വെൽഡ് ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോക്കി നമ്മൾ ചെയ്തെല്ലാം ഇങ്ങനെ ഡിസ്ക് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ച് അതുപോലെ തുരുമ്പ് പിടിച്ച് അപ്പുറവും ഇപ്പുറവും എല്ലാം തുരുമ്പ് പിടിച്ച് കിടക്കുന്നത്.
മൊത്തത്തിൽ പോയി കിടക്കുന്നൊരു വണ്ടി നമ്മൾ ഇപ്പം എങ്ങനെ അത് വാഷ് ചെയ്യുന്ന കണ്ട ഡിസ്ക് മൊത്തം പോയി കിടക്കുക. നമ്മൾ ആ ഡിസ്കിൽ ഇച്ചിരി അടിച്ചു കൊടുക്കുന്ന ആ ഡിസ്ക് എല്ലാം വൃത്തിയാകും. അതുപോലെ തന്നെ പറ്റാനുള്ളിടത്തൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒന്നുകൂടെ കുടിക്കുന്നിടം നമ്മൾ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് തുരുമ്പ് നല്ലതായിട്ട് ഇളകുന്നതാണ്. ചേസൊക്കെ ഇപ്പോൾ മുമ്പേ കണ്ട പോലെയാണ്. ഇപ്പോൾ മൊത്തം അടിച്ചെണ്ണ അതെല്ലാം പിടിച്ച് കഴിഞ്ഞെണ്ണ നല്ല വൃത്തിയായില്ലേ. അതുപോലെ തന്നെ ഫ്രണ്ടിലും അതുപോലെ തട്ടൊക്കെ ഇരിക്കുന്നതാണ്. ഇന്ന് വരെ അഴിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. നിർത്തിക്കൊണ്ട് പെയിൻ്റ് അടിച്ചുകൊണ്ട് പോകുന്നതാണ് കൂടുതലും. നിർത്തിയൊക്കെ പെയിൻ്റ് അടിക്കുന്ന വണ്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തുരുമ്പെടുത്ത് നല്ലതായിട്ട് ആ ലൈറ്റ് ഭാഗവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ മൊത്തത്തിൽ പൊടിഞ്ഞ് കിടക്കുമായിരുന്നു. നമ്മൾ നേരത്തെ വീഡിയോക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ 3 വീലർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ഉണ്ട്, അതിൽ പോയി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള നല്ല അറിവുപരമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു മെഷീനൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് തെള്ളിക്കൊണ്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇഞ്ചിനൊക്കെ അഴിച്ചിട്ട് കഴിയുന്ന സമയത്താണ് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ. പിന്നെ ഒരു കാര്യമാണ്, 500 രൂപ എവിടെയൊക്കെ വാഷ് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്നതിന് 500 രൂപയുടെ പണിയൊന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ കഷ്ടപ്പാടാണ് വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1000 കിട്ടിയാലും മുതലാകത്തില്ല. അതേ രീതിയിൽ നമ്മളിത് പണിയെടുക്കണം. അതുപോലെ തന്നെ ടാങ്കിൻ്റെ അവിടെയൊക്കെ പൊറ്റ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മെഷീൻ വെച്ചാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വെട്ടിച്ച് അടിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇളകി പോകുന്നതാണ്. അത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് മനസ്സിലാക്കട്ടെന്ന് വെച്ചാൽ ഞാൻ പറയും. ഇങ്ങനെ വെട്ടിച്ച് 2-3 പ്രാവശ്യം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് എത്ര കട്ട പിടിച്ചിരിക്കുന്നത് അതിൽ ഇളകി പോകും. ഇച്ചിരി അല്ല ഗണ്ണ് ഇച്ചിരി അടുപ്പിച്ച് പിടിച്ച് അടിക്കാം. അതുപോലെ തന്നെ ഗണ്ണ് മേടിക്കുന്നതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മകുത്ത്, അതായത് മോന്തായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന രീതിയിലാണെങ്കിൽ ചരിക്കാനും പിടിക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും അതിൻ്റെ അകത്ത് കയറ്റി വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഗണ്ണ് മേടിക്കുന്നവർ അങ്ങനത്തെ മേടിക്കാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ള വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെ തിരിക്കുന്നതും പിടിക്കുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് അത്രയും വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല. കറണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ തീർത്തങ്ങ് അടിക്കുക. കറണ്ട് പോയും വന്നും ഒക്കെ നിൽക്കുക ഇവിടെ. അതുകൊണ്ട് ഭയങ്കര പാടാണ് കറണ്ടിൻ്റെ വിഷയം. അതുപോലെ തന്നെ ആണെങ്കിൽ മഴക്കൂരാപ്പുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര പണിയാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് എത്ര ക്ലിയർ ആവുന്നുണ്ടോയെന്നും അറിയാനും പറ്റുന്നില്ല. ഇച്ചിരി മൂടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് വരുന്ന സമയത്ത് നമ്മളിത് അടിക്കുകയാണ്. 2-3 പ്രാവശ്യമൊക്കെ കറണ്ട് പോയി കഴിയുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് കറണ്ട് വരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് അടിക്കുകയാണ്. നമ്മളത് കാണിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെട്ടിച്ച് അടിച്ചു പോവുകയാണെങ്കിൽ നല്ലതായിട്ട് അഴുക്കിളകുന്നതാണ്. അഴുക്കിളകി നല്ലതായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. എത്ര തുരുമ്പുള്ളതും എത്ര അഴുക്കുള്ള വണ്ടിയും നമുക്ക് വൃത്തിയാക്കി ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഡീസലാണ് നമ്മളിത് അടിക്കുന്നത്. ഡീസൽ മൊത്തം അടിച്ചിട്ടിട്ടാണ് നമ്മൾ മൊത്തം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഡീസൽ അടിക്കാമെങ്കിലും ഉണ്ടല്ലോ മൊത്തം അഴുക്കുകൾ മെഷീൻ വെച്ച് അടിക്കുന്നുണ്ട്. എത്ര എന്ന് പറഞ്ഞാൽ ഇഞ്ചിനെല്ലാം നല്ല ക്ലിയറായിട്ട് വരുന്നതാണ്. അല്ലാതെ കാരമൊന്നും വെച്ച് അടിക്കില്ലേ. കാരമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം തുരുമ്പ് എടുത്ത് ഭയങ്കര ഇതായിരിക്കും. നല്ല ഇതാകുമ്പോൾ തുരുമ്പ് എടുക്കത്തില്ല, നല്ല വൃത്തിയായിരിക്കും വണ്ടി കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേന് വല്ലാത്ത കളറും ആവും, അഴുക്ക് വളകത്തില്ല കാരമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ അടിച്ച് ഡീസൽ അടിച്ച് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയാകും. അതുപോലെ തന്നെ നമ്മൾ സോപ്പ് ഇട്ട് കൊടുക്കുക. ലിക്വിഡ്, അതായത് വിമ്മിൻ്റെ ലിക്വിഡ് മേടിച്ച് കലക്കി നമ്മൾ പതപ്പിച്ച് നല്ലതായിട്ട് ബ്രഷിന് നമ്മൾ കൈയിട്ട് പിടിക്കണം. അതിന് 2 ബ്രഷ്, പൊടി തൂക്കുന്ന ബ്രഷ് മേടിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഭാര്യ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ബാക്കിയുള്ള കഴുക് നമുക്ക് വഴിയിലൊരു വണ്ടി കേടായി കിടക്കുമെന്ന് പറഞ്ഞ് ഒരു 8 കിലോമീറ്ററോളം അപ്പുറം പോകണം. അപ്പോൾ വണ്ടി ഇവിടെ കേടായി കിടക്കുവാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ്. ബാക്കിയുള്ള പണികളൊക്കെ അവളാണ് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല
ഇപ്പോൾ ഇത് നല്ലതായിട്ട് സോപ്പിട്ടെല്ലാം വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ കറണ്ട് പോയി. ഇപ്പോൾ ഞാൻ തന്നെ വീണ്ടും ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുന്നതാണ് പരിപാടി. സോപ്പെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ബാക്കി സർവീസ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം മൊത്തം വാഷ് ചെയ്തിട്ടിരിക്കുന്നതാണ് വീഡിയോ കാണിക്കുന്നത്. മൊത്തം നല്ല വൃത്തിയായിട്ടില്ല, നല്ലതായിട്ടെല്ലാം വൃത്തിയാക്കി മൊത്തം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അറിവുപരമായിട്ടുള്ള ഓരോ വീഡിയോ ആയിട്ടാണ് ഓരോ ദിവസങ്ങളും നമ്മൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഡീസലൊക്കെ അടിച്ച് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം വാഷ് ചെയ്യുകയാണെങ്കിൽ മൊത്തം വൃത്തിയാകും. അതുപോലെ തന്നെ ബിമ്മിൻ്റെ ലിക്വിഡൊക്കെ മേടിച്ച് നല്ലതായിട്ട് കഴുകുകയാണ്. നല്ല വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ ചെയ്സ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. എത്ര അഴുക്കുള്ള വണ്ടിയാണെങ്കിലും എത്ര തുരുമ്പുള്ള വണ്ടിയാണെങ്കിലും വൃത്തിയായിട്ട് കിടക്കുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുത്ത് ചെയ്ത് മാറാൻ പറ്റും. പക്ഷേ ഒരു കാര്യമാണ്, 2 ലിറ്റർ ഡീസൽ വേണം ഇത് മൊത്തം അടിക്കണമെന്നുണ്ടെങ്കിൽ. 2 ലിറ്റർ ഡീസൽ വേണമെങ്കിൽ 200 രൂപ മുകളിലാവും. ഇപ്പോൾ എത്ര രൂപ ചിലവ് വരുന്നുണ്ടാവും. പിന്നെ നമ്മുടെ കഷ്ടപ്പാട്, പിന്നെ മെഷീൻ്റെ വാടക, കറണ്ടിൻ്റെ, ഇതെല്ലാം നമുക്ക് സെയിം ആണ്. ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ. പക്ഷേ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം, അതായത് ഇവിടുന്ന് കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ കേബിളെല്ലാം അഴിച്ചിട്ടിരിക്കുന്ന വണ്ടികളാണ്. പിന്നെ അല്ല കേബിളെല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്താണ് കേബിളെല്ലാം വീണ്ടും സ്റ്റക്കാവും, തുരുമ്പ് പിടിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ഇവിടെ ഇട്ട് തന്നെ വാഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിത് വൃത്തിയായിട്ട് പോവാം. നമുക്ക് സർവീസ് സ്റ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പാടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അറിയേണ്ട കാര്യങ്ങളില്ല. അവർ ചെയ്തു തരും. പക്ഷേ ഇത്രയും വൃത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നും വൃത്തിയാക്കി ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിക്കേണ്ട ആയതുകൊണ്ട് നമ്മളെല്ലാം വൃത്തിയാക്കി അഴുക്കെല്ലാം ഇളക്കിയേ നമ്മൾ ചെയ്യാറുള്ളൂ. ഈ ഡിസ്കൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ തുരുമ്പ് പിടിച്ച് പോയിരിക്കുന്നതാണ് കാണുന്നത്. അതൊക്കെ നമ്മൾ ഗണ്ണിന് വെച്ച് അടിച്ച് തുരുമ്പ് പിടിച്ച് എല്ലാം തുരുമ്പെല്ലാം കളഞ്ഞ് മൊത്തം വൃത്തിയാക്കി. ഇതിൻ്റെ ലൈറ്റ് ഭാഗങ്ങളൊക്കെ പോയതായിരുന്നു. നേരത്തെ നമ്മുടെ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉടനെ തന്നെ പുറകാലം തന്നെ നമ്മുടെ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മൊത്തം ഫിറ്റിങ്ങും കാര്യങ്ങളും. ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്തതാണെങ്കിൽ ഇത് പൊടിഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ എത്ര പോയെന്ന് പറഞ്ഞാലും നമ്മളത് വൃത്തിയാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ 2ാമത്തെ 3ാമത്തെ വണ്ടിയാണിത്. അപ്പോൾ ഓരോ ഫാമിലെ ഓട്ടമാണ് ഇതിൽ മൊത്തം ഓടുന്ന പ്രൈവറ്റ് വണ്ടിയാണ്. ഫാമിലെ ഓട്ടം എന്ന് പറഞ്ഞാൽ പോച്ചയാണ് അതിൻ്റെ അത് കൂടുതലും കയറ്റി അടിക്കുന്നത്. അതിൻ്റെ പാല് കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വണ്ടിയെല്ലാം തുരുമ്പെടുത്ത് പോകുന്നതുകൊണ്ട് മൊത്തം ഇത് പാച്ച് വർക്ക് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രെയിമുകളും കാര്യങ്ങളും എല്ലാം പോയതാണ്. മൊത്തം നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ചേസിൻ്റെ അടിയൊക്കെ മിക്കവാറും എല്ലാം വിട്ട് കിടക്കുമായിരുന്നു, ബലമില്ലാതെ കിടന്ന് ആടുമായിരുന്നു. അതൊക്കെയായിരുന്നു ഈ വണ്ടിയുടെ സ്ഥിതി. എല്ലാം പുറകാലെ നമ്മുടെ ഇതിൻ്റെ വീഡിയോകളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. വൃത്തിയായിട്ട് ചെയ്ത വീഡിയോകളെല്ലാം നമ്മൾ ഇടുന്നതാണ്. ആദ്യമേ തന്നെ കണ്ടില്ല, മൊത്തം നമ്മളത് കണ്ടില്ല, ആദ്യം കിടന്ന പോലെയാണ് ചേസെല്ലാം. നമ്മളെത്ര കട്ട പിടിച്ചിരുന്ന അഴുക്കാണെങ്കിലും നമ്മളത് ഇപ്പോൾ എന്തുമാത്രം കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.